ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെല്ലുലാർ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെല്ലാം നേരിടുന്ന ചെറിയൊരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ്. നമ്മളെല്ലാം പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാറുണ്ടല്ലേ. പക്ഷേ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സ്റ്റോറേജ് ഇല്ല, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ വരുന്നതാണ്. ആ ഒരു ഓപ്ഷൻ വരാതെ തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നൊരു കിള്ളൻ ട്രിക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന പുതുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ ഒരു പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ഒരു 3 സ്റ്റെപ്പിലൂടെ സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. ആദ്യം തന്നെ ഞാനിവിടെ MX പ്ലെയർ എന്നുള്ള ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേ പെർമിഷനൊക്കെ ചോദിക്കുക. അതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ സ്ഥലമില്ല, അതുപോലെ തന്നെ കുറേ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ല. അതിനുശേഷം ഞാനിവിടെ എൻ്റെ ഫോണിൽ എത്ര ഉണ്ട് സ്റ്റോറേജ് എന്ന് കാണിച്ചു തരാം. എൻ്റെ ഫോണിൽ ഇപ്പം 345 MB സ്റ്റോറേജ് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു 21 MB ഉള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ പോലും എൻ്റെ ഫോണിലോട്ട് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു പ്രോബ്ലം എല്ലാം നിങ്ങൾക്കും വരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ ഫോണിൽ 16 GB ആണ് ഇൻറ്റേർണൽ സ്റ്റോറേജ് എങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനുമായിട്ടൊക്കെ ആ ഒരു ഫോൺ ആയിരുന്നത് 2 അതോ 3 GB മാത്രമേ ഉള്ളൂ. ആ ഒരു ലിമിറ്റ് കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരിക. ഫ്രണ്ട്സ്, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു സ്റ്റോറേജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നമ്മൾ ചെല്ലുക. അവിടെ നിങ്ങൾക്ക് ക്യാച്ച്ഡ് ഡേറ്റ അല്ലെങ്കിൽ ക്യാച്ച്ഡ് ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിലൂടെ നിങ്ങളുടെ ഫോട്ടോസോ വീഡിയോസോ അതുപോലെ തന്നെ ഓഡിയോസോ ഒന്നും തന്നെ പോകുന്നതല്ല. നമ്മുടെ ഫോണിൻ്റെ അകത്ത് വേസ്റ്റായിട്ട് കിടക്കുന്ന ഓരോ ഫയൽസും അതുപോലെ തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും മാത്രമേ ഈ ഒരു സ്റ്റെപ്പിലൂടെ പോവുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഒത്തിരി ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യാത്ത കാണും. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഫോണിൻ്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒത്തിരി ആപ്ലിക്കേഷൻസ് കാണും. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോറേജൊക്കെ ആ ഒരു ആപ്ലിക്കേഷൻ ഒത്തിരി എടുക്കുന്നുണ്ടായിരിക്കും. ആ ഒരു ഓട്ടോ അപ്ഡേറ്റ് മാറ്റാനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. സൈഡിലായിട്ട് 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ആയിട്ട് നിങ്ങൾക്ക് ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് മൂന്നാമത്തെ ഓപ്ഷനായ ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ഒരിക്കലും ഓട്ടോ അപ്ഡേറ്റ് ആവുകയില്ല. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയ ശേഷം ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ വിധത്തിലുള്ള ആപ്ലിക്കേഷൻസും അവിടെ വരുന്നതായിരിക്കും. ഞാനിവിടെ ഗാലക്സി ഫോൺ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഗാലക്സി സ്റ്റോർ എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. അത് ഞാനിവിടെ യൂസ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് നിങ്ങൾക്കിവിടെ ഡിസേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിർത്താനായിട്ട് അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു ആപ്ലിക്കേഷനും നിങ്ങൾ യൂസ് ചെയ്യാത്തതാണെങ്കിൽ ഈ ഒരു ഡിസേബിൾ ബട്ടണിലൂടെ ഈസി ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അതിലൂടെ നമുക്ക് സ്റ്റോറേജും ഈ ഒരു ഫോണിന് കൂടുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഡേറ്റാസ് കളക്ട് ചെയ്യും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് ഫേസ്ബുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഫേസ്ബുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് 43 MB മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളറിയാതെ 267 MB ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ ക്ലിയർ ഡേറ്റ കൊടുക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും ലോഗിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത ചില മെസ്സേജസ് ഒക്കെ പോകുന്നതായിരിക്കും. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഞാൻ ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയ MX പ്ലെയർ പിന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതൊരു ആപ്ലിക്കേഷനും യാതൊരു പ്രോബ്ലം ഇല്ലാതെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഒരു ചെറിയ ട്രിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അതുമാത്രമല്ല നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതുതൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു കിള്ളം വീഡിയോ കാണാം.